لا نبي بعده. ثم تبوك قد غزا في 9 وهد مسجد الضرار رافعا. الحمد لله رب العالمين، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള ഈ മസ്ജിദിലെ വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ തബൂക്ക് യുദ്ധം വിവരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ ഉർജൂസത്തുൽ മിഅയിൽ നിന്ന് വായിച്ചു കേട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത അവസാനത്തെ യുദ്ധമായ തബൂക്കിലെ അതിലേക്ക് പുറപ്പെട്ടതും അതിൽ ആദ്യത്തെ ചില സംഭവങ്ങളും ഇതിനു മുമ്പുള്ള ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഹിജ്റ 9-ാമത്തെ വർഷമാണ് തബൂക്ക് യുദ്ധം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് എല്ലാവരെയും അറിയിക്കുകയും എല്ലാവരോടും പുറപ്പെടാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു പ്രയാസഘട്ടമായിരുന്നു അത്. വളരെ ചൂടുള്ള സമയമായിരുന്നു. അതുപോലെ ഈത്തപ്പന, അതിലെ പഴങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആളുകൾക്ക് പോകാൻ പൊതുവെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമായ യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ അതിനിടയിൽ, ആ യാത്രക്കിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം ഇൻഷാ അല്ലാഹ് പറയുന്നത്. മുസ്ലിമിന്റെ സഹീഹിലും മറ്റും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ, ആ യാത്രക്കിടയിൽ ആളുകൾക്ക് വലിയ വിശപ്പ് ബാധിച്ചു, കടുത്ത വിശപ്പ് ബാധിച്ചു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. എന്തിനാണ്? ഒട്ടകങ്ങളെ, അവരുടെ യാത്രാമൃഗമായ ഒട്ടകങ്ങളെ അറുത്ത് അതിന് ഭക്ഷിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ ഒട്ടകങ്ങൾ അറുത്ത് ആളുകൾ കഴിക്കാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു, നബിയെ, ഇതിനിങ്ങനെ അനുവദിച്ചാൽ പിന്നെ വാഹനം ഉണ്ടാവുകയില്ല, മറിച്ച് അങ്ങെന്ത് ചെയ്യുക? അല്ലാഹുവിന്റെ റസൂൽ ആളുകളോട് അവരുടെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ, ഇനി എന്താണ് ബാക്കിയുള്ളത്, അത് കൊണ്ടുവരാൻ പറയുക. എന്നിട്ട് അതിൽ ബറക്കത്തിന് നബിയെ അങ്ങ് ദുആ ചെയ്യുക, അല്ലാഹു ബറക്കത്ത് നൽകിയേക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ ഈ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. നബി പറഞ്ഞു, നഅം, അതെ. അങ്ങനെ ഒരു തോൽ സഞ്ചി വിരിച്ചു, ഒരു തോലിന്റെ ഒരു വിരിപ്പ് വിരിച്ചു. ആളുകളോട് ഭക്ഷണം ബാക്കിയുള്ളത് എന്താണ് ഓരോരുത്തരുടെ കയ്യിലുള്ളത് അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോരുത്തർ അവരുടെ പക്കലുള്ള ധാന്യങ്ങളും അതുപോലെ കാരക്കയും അപ്പകഷ്ണവും കഴിച്ചതിന്റെ ബാക്കി കഷ്ണവുമൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ആ തോൽ വിരിപ്പിൽ വളരെ കുറച്ച് ഭക്ഷണം ആളുകളൊക്കെ കൊണ്ടിട്ടപ്പോൾ അവിടെ ആ തോൽ വിരിപ്പിൽ കുറച്ച് ഭക്ഷണം അവിടെ ശേഖരിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? അതിൽ ബറക്കത്തിന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, ഖുദൂ ഫീ ഔഇയതികും, എല്ലാവരും ഇതിൽ നിന്ന് അവരവരുടെ പാത്രങ്ങളിലേക്ക് എടുത്തുകൊള്ളുക. ആളുകൾ അതിൽ നിന്ന് ഓരോരുത്തരായി അവരുടെ പാത്രങ്ങളിലേക്ക് നിറക്കാൻ തുടങ്ങി. ഹദീസിൽ നമുക്ക് കാണാം, ഹത്താ മാ തറകൂ ഫിൽ അസ്കരി വിആഅൻ ഇല്ലാ മലഉ, ഒടുവിൽ ആ സൈന്യത്തിൽ ഒരു പാത്രവുമില്ല, സകല പാത്രത്തിലും അവർ ഭക്ഷണം നിറച്ചു. ഫഅകലൂ ഹത്താ ശബഉ വഫദലത് ഫദ്ല, എല്ലാവരും വയറും നിറച്ച് ഭക്ഷണം കഴിച്ചു, എന്നിട്ടും പിന്നെയും ബാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഭക്ഷണത്തിന് ബറക്കത്ത് നൽകി.
റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്നും. ലാ യൽഖല്ലാഹ ബിഹിം അബ്ദുൻ ഗൈറു ശാക്കിൻ ഫയുഹ്ജബു അനിൽ ജന്ന. ഈ രണ്ട് സാക്ഷ്യം ഒരു സംശയവുമില്ലാതെ ഈ സാക്ഷ്യം അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമുണ്ടാവുകയില്ല, സ്വർഗത്തിനും അവനും ഇടയിൽ മറയുണ്ടാവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തബൂക്ക് യുദ്ധത്തിന്റെ യാത്രയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ആ യാത്രക്കിടയിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പിന്നിൽ നിസ്കരിച്ച സംഭവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂമായി നിസ്കരിച്ച സഹാബിമാർ ഒന്ന് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള മറ്റൊരാൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫാൻ റളിയല്ലാഹു അൻഹു. ഈ യാത്രക്കിടയിലായിരുന്നു ആ സംഭവം. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ദൂരേക്ക് മാറി. ഫജ്റിന്റെ നേരമായി. ആളുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്തപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇമാമായി നിന്ന് നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ ഒരു റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പിന്നിൽ നിസ്കരിച്ചു, ബാക്കി ഒരു റക്അത്ത് പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഫസിഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്കൊക്കെ അത് ഞെട്ടലുണ്ടാക്കി. അക്സറു തസ്ബീഹ്, അവരൊക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂമായി നിൽക്കുകയോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയപ്പോൾ നബി അവരോട് പറഞ്ഞു, അഹ്സൻതും, ചില റിവായത്തുകളിൽ അസബ്തും, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്, ശരിയാണ് നിങ്ങൾ ചെയ്തത്. നമസ്കാരം അതിന്റെ നേരത്ത് നിർവഹിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. ഈ ഒരു സംഭവം തബൂക്ക് യുദ്ധത്തിന്റെ യാത്രക്കിടയിലാണ്. അതുപോലെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശ്രേഷ്ഠമായ ദുആ ചെയ്ത സംഭവം തബൂക്ക് യുദ്ധത്തിനിടയിൽ നടന്നത് കാണാം. തബൂക്ക് എന്ന ആ സ്ഥലത്തേക്കുള്ള ദീർഘമായ യാത്രയിൽ, ഷാമിനടുത്തുള്ള പ്രദേശമാണ് തബൂക്ക്. ആ ദീർഘമായ യാത്രക്കിടയിൽ ഒരു ദിവസം ഒരു രാത്രിയിൽ യാത്ര ചെയ്യവേ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് ഇങ്ങനെ പോകുന്നു. പക്ഷേ വാഹനപ്പുറത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കം തൂങ്ങുകയാണ്. ഒടുവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തേക്ക് ചായാൻ തുടങ്ങി. അബൂ ഖതാദ തന്റെ വാഹനമൃഗം നബിയുടെ വാഹനമൃഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്താതെ ശരീരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി പിടിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രി മുന്നോട്ട് പോയി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചായുകയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം വീണ്ടും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി, എന്നാൽ നബിയെ ഉണർത്താത്ത രൂപത്തിൽ സഞ്ചരിച്ചു. രാത്രി ഏതാണ്ട് അവസാനിക്കാറായ സമയവും ഇതുപോലെ തന്നെ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. ഇരുട്ടിൽ നബി ചോദിച്ചു, മൻ ഹാദാ, ആരാണിത്? അദ്ദേഹം പറഞ്ഞു, അബൂ ഖതാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മതാ കാന ഹാദാ മസീറക മിന്നി, നീ എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് എത്ര നേരമായി ഇങ്ങനെ പോകുന്നു? അബൂ ഖതാദ പറഞ്ഞു, മാ സാല ഹാദാ മസീരി മുൻദു ലൈല, രാത്രി തുടക്കം മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹഫിളകല്ലാഹ് ബിമാ ഹഫിൾത ബിഹി നബിയ, അല്ലാഹുവിന്റെ നബിയെ താങ്കൾ ഇങ്ങനെ സംരക്ഷിച്ചതുപോലെ അള്ളാഹു താങ്കളെയും കാത്തു സംരക്ഷിക്കട്ടെ. മുസ്ലിമിന്റെ സഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാം. അങ്ങനെ ആ യാത്ര തബൂക്കിൽ എത്തുകയാണ്. തബൂക്ക് എന്ന വിദൂരമായ ആ പ്രദേശത്ത് എത്തുകയാണ്. തബൂക്കിൽ എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തത് കാണാം, തബൂക്കിലെ വെള്ളം അവിടേക്ക് നിങ്ങൾ
ഞാൻ പറയാതെ നിങ്ങൾ ആരും അതിൽ നിന്ന് വെള്ളമെടുക്കരുത് എന്ന് പറയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ജാഅഹ മിൻകും ഫലാ യമസ്സ മിൻ മാഇഹാ ഷൈഅൻ ഹത്താ ആതി. ഞാൻ വരുന്നതുവരെ നിങ്ങളിൽ ആരും തന്നെ അവിടെയുള്ള വെള്ളം തൊടാൻ പാടില്ല. അങ്ങനെ സഹാബത്ത് പറയുന്നു, അവിടെ എത്തിയപ്പോൾ രണ്ടുപേർ നേരത്തെ പോയി അവിടെ വെള്ളത്തിന്റെ അരികിലേക്ക് ചെന്നവർ വെള്ളമെടുത്തു. അവിടെയുള്ള വെള്ളമാകട്ടെ മിസ്ലു ഷിറാഖി, ചെരുപ്പിന്റെ വാറ് പോലെ അത്രയും കുറച്ച് വെള്ളം മാത്രമേ അവിടെയുള്ളൂ. തബൂക്ക് അങ്ങനെയുള്ള ചെടികൾ മുളക്കാത്ത, വെള്ളമില്ലാത്ത, കൃഷിയില്ലാത്തൊരു ഭൂമിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചെരുപ്പിന്റെ വാറ് പോലെ മാത്രം വെള്ളം വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യം എത്തിയ രണ്ടുപേരോട് ചോദിച്ചു, ഹൽ മസിസ്തുമ മിമ്മാ ഇഹ ഷൈഅൻ, നിങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ള വെള്ളം വല്ലതും എടുത്തോ? അവർ പറഞ്ഞു നഅം. ഫസബ്ബഹുമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തതിന് അവരെ ശാസിക്കുകയുണ്ടായി. വഖാല ലഹുമ മാ ശാ അല്ലാഹു അൻ യഖൂൽ, അവരെ നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിച്ചു. എന്നിട്ട് ആളുകൾ എന്തു ചെയ്തു? ആ കുറച്ചു വരുന്ന വെള്ളത്തിൽ നിന്ന് അവരെ കൊണ്ട് സാധിക്കുന്നത് കുറച്ചായി എടുത്ത് വെള്ളം ഒരൽപ്പം സംഘടിപ്പിച്ചു, ശേഖരിച്ചു. وغسل رسول الله صلى الله عليه وسلم فيه يديه ووجهه ثم أعاده فيها. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകളും മുഖവും ആ വെള്ളം കൊണ്ട് കഴുകി. ثم أعاده فيها, എന്നിട്ട് ആ വെള്ളം അവിടെ അതിലേക്ക് തന്നെ ഒഴിച്ചു. فجرت العين بماء منهمر, ആ അല്പം മാത്രം ഉണ്ടായിരുന്ന വെള്ളം പിന്നെ അത് സമൃദ്ധമായി ആ വെള്ളം ആ സ്രോതസ്സിൽ നിന്ന് ഒഴുകുകയാണ്, പൊട്ടി ഒലിക്കുകയാണ്. എന്തു ചെയ്തു? ആളുകളെല്ലാം ഹത്തസ്തഖന്നാസ്, ജനങ്ങളെല്ലാവരും കുടിച്ചു, ആ വെള്ളം കുടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യം നമുക്ക് സഹീഹായ ഹദീസുകളിൽ കാണാം. മുആദിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂശികു യാ മുആദ്, ഓ മുആദ്, ഒരു കാലം വരാനിരിക്കുന്നു. ഇൻ താലത് ബിക ഹയാതുൻ, നീ കുറച്ചു കാലം ജീവിക്കുകയാണെങ്കിൽ, നിന്റെ ആയുസ് നീളുകയാണെങ്കിൽ, അൻ തറാ ഹാഹുനാ ഖദ് മുലിഅ ജിനാനൻ, ഇവിടെ തോട്ടങ്ങൾ നിറഞ്ഞതായി നിനക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക്, അല്ലാഹുവിന്റെ വഹീനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് ഇന്നും തബൂക്കിൽ നമുക്ക് കാണാം. തബൂക്ക് തോട്ടങ്ങൾക്ക് അറിയപ്പെട്ട ഭൂമിയായി മാറിയിരിക്കുന്നു. മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ വേറെയും ചില കാര്യമുണ്ട് എന്ന. കാരണം സഹാബിമാരുടെ കൂട്ടത്തിൽ ഷാമിൽ പോവുകയും അവിടെ താമസമാക്കുകയും ചെയ്ത സഹാബിയായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. ഷാമിൽ വെച്ചാണ് പിന്നീട് പ്ലേഗ് രോഗം ബാധിച്ച് മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഷാമിലേക്ക് പോകുന്ന ഒരാൾ കാണാനിടയുള്ള സ്ഥലമാണ് തബൂക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്തിനാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ വെള്ളത്തിന് അതിൽ അല്ലാഹു അനുഗ്രഹമേകുകയും അങ്ങനെ അത് നല്ല വെള്ളം ലഭിക്കുന്ന സ്ഥലമായി മാറുകയും അവിടെ തോട്ടങ്ങൾ നിറയുകയും ഒക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സമയത്ത് അതില്ല. എന്നാൽ പിൽക്കാലത്ത് അവിടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക കാലത്തിലല്ല അതായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നീട് തന്നെ അധികം വൈകാതെ തന്നെ, കുറെ നൂറ്റാണ്ടുകൾ കഴിയാതെ തന്നെ ആ നാട് തോട്ടങ്ങൾ നിറഞ്ഞ, തോട്ടങ്ങൾക്കറിയപ്പെട്ട നാടായി മാറി. തബൂക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. തബൂക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തബൂക്കിലെത്തി അവിടെ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കഴിച്ചുകൂട്ടി. യുദ്ധം പ്രതീക്ഷിച്ച് ആണ് വന്നത്. പക്ഷെ അവിടെ യുദ്ധമോ ശത്രുക്കളോ ഒന്നും അവിടെ ഉണ്ടായില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കഴിയുന്ന വേളയിൽ ഷാമിന്റെ അറ്റത്ത് ഉള്ള പല ഗോത്രങ്ങളിലേക്കും ചെറു സൈന്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയുണ്ടായി. അവരിൽ പലരുമായും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുകളിൽ ഏർപ്പെടുകയുണ്ടായി. അവർ മുസ്ലിമീങ്ങൾക്ക് ജിസിയ നൽകാമെന്നും മറ്റും സമ്മതിക്കുകയുണ്ടായി അവരിൽ പലരും. അവിടെ തബൂക്കിൽ വെച്ചുണ്ടായ മറ്റൊരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കൽ പറഞ്ഞു അമാ ഇന്നഹാ സതഹുബ്ബുൽ ലൈലത റീഹുൻ ശദീദ, ഇന്ന് കടുത്ത അതിശക്തമായ ഒരു കാറ്റ് ഇന്ന് രാത്രി അടിച്ചു വീശുന്നതാണ്. ഫലാ യഖൂമന്ന അഹദുൻ, അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഒരാളും എഴുന്നേൽക്കരുത്. വമൻ കാന മഅഹു ബഈറുൻ ഫലിയഅഖിലുഹു, ആരുടെയെങ്കിലും പക്കൽ ഒട്ടകമുണ്ട് എങ്കിൽ ഒട്ടകത്തെ എന്ത് ചെയ്യുക? ഒട്ടകമുള്ളവർ ഒട്ടകത്തിനെ കെട്ടിയിടുക. സഹാബത്ത് പറയുന്നു ഫഅഖൽനാഹ, ഞങ്ങൾ ഒട്ടകത്തിനെ കെട്ടി. വഹബ്ബത് റീഹുൻ ശദീദ, വഹബ്ബത് റീഹുൻ ശദീദ, അതിശക്തമായ കാറ്റ് വീശി. ഫഖാമ റജുൽ, ഒരാൾ എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അതിന് വിരുദ്ധമായി എഴുന്നേറ്റു. അയാൾക്ക് എന്ത് സംഭവിച്ചു? ഫഅൽഖത്ഹു ബിജബലി തൈ, കാറ്റ് അയാളെ കൊണ്ടുപോയി തൈ പർവ്വതത്തിൽ, അതിനിടയിൽ ചില റിവായത്തുകളിൽ ജബലൈ തൈ, തൈയിലെ 2 പർവ്വതങ്ങൾക്കിടയിൽ കൊണ്ടുപോയി ഇട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം തൈ പർവ്വതം എന്ന് പറയുന്നത് ഇന്നത്തെ ഹായിലാണ്. ഹായിൽ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ പ്രദേശം, ഈ 2 പർവ്വതങ്ങൾക്കിടയിലാണ് ഹായിൽ. തബൂക്കാകട്ടെ ഇന്നത്തെ റോഡ് മാർഗം, റോഡ് നേർക്ക് നേരെ അല്ലല്ലോ റോഡ് ഉണ്ടാക്കുക, മറിച്ച് വളഞ്ഞു വളഞ്ഞിട്ടൊക്കെ ആണ് റോഡ് പൊതുവെ പോവുക. ഇന്നത്തെ റോഡ് മാർഗം ഏതാണ്ട് 600 കിലോമീറ്റർ ദൂരം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാറ്റ് തബൂക്കിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയി ആളെ തൈ പർവ്വതത്തിനിടയിൽ കൊണ്ടുപോയി ഇട്ടു എന്നാണ് ഹദീസിന്റെ ഈ സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തബൂക്കിൽ നബി ഉള്ള സമയത്ത് ഐല എന്ന് പറയുന്നത് ഷാമിലെ ഒരു പ്രദേശമാണ്. അവിടെ ഉള്ള ഭരണാധികാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയും നബിക്ക് ഒരു വെളുത്ത ബഗ്ലത്തിനെ, കോവർ കഴുതയെ സമ്മാനിക്കുകയും നബിക്കൊരു വസ്ത്രം സമ്മാനിക്കുകയും അതുപോലെ മുസ്ലിമീങ്ങൾക്ക് ജിസിയ നൽകാൻ സമ്മതിക്കുകയും മുസ്ലിമീങ്ങളുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അതുപോലെ ജർബ അദ്റുഹ് ഈ 2 യഹൂദികൾ, ഈ 2 പ്രദേശത്തെ യഹൂദികൾ മുസ്ലിമീങ്ങളുടെ അരികിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും നബിയുമായി കരാറിൽ ഏർപ്പെടുകയും മുസ്ലിമീങ്ങൾക്ക് ജിസിയ നൽകുകയും അതിന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ 20 ദിവസങ്ങൾ തബൂക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും കഴിച്ചുകൂട്ടുകയും എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന സമയത്ത് അതാ അള്ളാഹുവിന്റെ വഹി വരികയാണ്, മസ്ജിദുൽ ളറാർ അത് തകർക്കാൻ, അവിടെ നിസ്കരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഞാൻ വന്നിട്ട് അവിടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ അത് മുനാഫിക്കുകൾ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ, അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് താവളമൊരുക്കാൻ നിർമ്മിച്ച മസ്ജിദാണ്. അതല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ശ്രേഷ്ഠമായ ലക്ഷ്യത്തിൽ തഖ്വയുടെ അടിത്തറയിന്മേൽ പണിഞ്ഞ മസ്ജിദ് അല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹി പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തകർക്കാനും അത് കരിച്ചു കളയാനും ഉത്തരവിടുകയാണ്. സഹാബത്ത് അത് നടപ്പിലാക്കുകയും ചെയ്തു. നോക്കൂ, ഇങ്ങനെ ദൂരെ ഉള്ള ഈ പ്രദേശത്തേക്ക് തബൂക്കിലേക്ക് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മദീനയോട് അടുക്കുന്നു. മദീന അത് കാണുന്ന ദൂരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി തൈബ, ഹാദിഹി താബ, ഇത് തൈബയാണ്, ഇത് താബയാണ്. മദീനയുടെ 2 പേരുകളാണ്, തൈബ, താബ എന്നീ പേരുകൾ. ഇത് രണ്ടും ആ മദീനയുടെ നന്മയെ, അത് വിശിഷ്ടമാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ് താബ, അതുപോലെ തൈബ. എന്നിട്ട് ഉഹദ് പർവ്വതം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഒരു പർവ്വതമാണ് ഇത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി ദൂരിൽ അൻസാർ, അൻസാറുകളുടെ ദൂറുകളിൽ അവർ താമസിക്കുന്ന പ്രദേശം, അതുപോലെ ഗോത്രങ്ങൾ പൊതുവെ ഒരുമിച്ചാണ് താമസിക്കുക. അവരിൽ ഏത് ഗോത്രമാണ്, ഏത് വീടുകളാണ് ഏറ്റവും നല്ല വീടുകൾ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൂറു ബനി നജ്ജാർ, അൻസാറുകളിലെ പല ഗോത്രങ്ങളുണ്ട്. അൻസാറുകൾ, അവരിൽ ചില ഗോത്രങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദൂറു ബനി നജ്ജാർ, ബനി നജ്ജാർ, അവരുടെ പ്രദേശം, അവരുടെ വീടുകൾ, ആ കുലം.
ثم دور بني عبد الأشهل بنو عبد الأشهل ഗോത്രം ثم دور بني ساعدة بنو ساعدة ഗോത്രം أو دور بني الحارث من الخزرج وفي كل دور الأنصار خير എല്ലാ അൻസാറുകളുടെ വീടുകളിലും അവരുടെ പ്രദേശങ്ങൾ അവരുടെ കുലങ്ങളിലും ഖൈറുണ്ട്, നന്മയുണ്ട്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖയ്യർത ദൂറൽ അൻസാരി ഫജഅൽതന ആഖിറ. സഅദ് ഇബ്നു ഉബാദയുടെ കുടുംബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അവസാനത്തെ ഇതായിട്ടാണ് എണ്ണിയത്. ഈ സഹാബി ചോദിച്ചു, നബി ഞങ്ങൾ അവസാനമാണല്ലോ, ഖൈർ പറഞ്ഞവരിൽ അവസാനമാണല്ലോ ഞങ്ങളെ എണ്ണിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് ചോദിച്ചു, അവലൈസ ബിഹസ്ബികും അൻ തകൂനു മിനൽ ഖിയാർ, നല്ലവരിൽ ഉൾപ്പെട്ടാൽ പോരെ, നല്ലവരിൽ താങ്കൾ ഉൾപ്പെട്ടു, ഞാൻ പുകഴ്ത്തിയ നന്മയുള്ളവരിൽ ഒരു കൂട്ടർ നിങ്ങളായി എന്നത് നിങ്ങൾക്ക് മതിയായതല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അഥവാ ആ നന്മയുള്ളവരിൽ അവസാനമായെങ്കിലും അവരെ എണ്ണിയിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത് കാണാം. അനസ് ബിൻ മാലിക് പറയുന്നു, ലമ്മ റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ ഫദനാ മിനൽ മദീന, മദീനയുടെ അടുത്തെത്തിയപ്പോൾ ഖാൽ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി അഖ്വാമൻ, മദീനയിൽ ചില ആളുകളുണ്ട്, മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഫീഹി, അവർ മദീനയിലാണുള്ളത്, പക്ഷേ നിങ്ങൾ യുദ്ധത്തിൽ എവിടെ എത്തിയാലും ഏത് താഴ്വര മുറിച്ചു കടന്നാലും ഇല്ലാ കാനൂ മഅകും ഫീഹി, അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഖാലു യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന, കേട്ട സഹാബിമാർ ചോദിച്ചു, നബി അവർ മദീനയിലായിരിക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹും ബിൽ മദീന ഹബസഹുമുൽ ഉദ്ർ, അതേ മദീനയിലായിരിക്കെ അവർ നിങ്ങളോടൊപ്പമുണ്ട്. ഹബസഹുമുൽ ഉദ്ർ, അവർ ന്യായമായ കാരണം കൊണ്ട് വരാൻ സാധിക്കാത്ത ആളുകളാണ്, അതിൽ പങ്കെടുക്കാനുള്ള നിയ്യത്ത് കൊണ്ട് നിങ്ങളുടെ കൂടെ വന്നതിന്റെ പ്രതിഫലമാണ് അവർക്ക് ഉള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതാ തബൂക്കിൽ നിന്ന് മടങ്ങി മദീനയിലെത്തുകയാണ്. ഇത്രയും ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് ഒരുപാട് നാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ ആ നാട്ടുകാർ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. മദീനയിലെ സ്ത്രീകളും കുട്ടികളും എല്ലാം ആ സമയത്താണ് ഇങ്ങനെ പാടി സ്വീകരിച്ചത്, തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അത് തബൂക്കിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലി എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം മിൻ സനിയാതുൽ വദാ, സനിയാതുൽ വദാ എന്ന ആ പർവ്വതങ്ങളുടെ ഭാഗത്ത് നിന്ന് വരിക എവിടെ നിന്ന് വരുമ്പോഴാണ്? ഷാമിൽ നിന്ന് വരുമ്പോഴാണ്. അത് മക്കയിൽ നിന്ന് വരുമ്പോൾ ആ വഴി വരേണ്ടതില്ല. അതുകൊണ്ട് അതാണ് കൂടുതൽ സഹീഹ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. വല്ലാഹു അഅലം, വല്ലാഹു അഅലം. നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുകയും എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് പോലെ അവിടുന്ന് മസ്ജിദിൽ ആദ്യം ചെല്ലുകയുമാണ്. മസ്ജിദിൽ ആദ്യം ഇരിക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര കഴിഞ്ഞു വന്നാലുള്ള പതിവ്. നേരെ വീട്ടിലേക്ക് പോകാതെ എവിടെ ചെല്ലും? ആദ്യം മസ്ജിദിലേക്ക് ചെല്ലും. മസ്ജിദിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ അതാ നബിയെ കാണാൻ യുദ്ധത്തിന് വരാതിരുന്ന മുനാഫിഖുകളും മറ്റും വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന്, ഇതാ ഞങ്ങൾ ഇന്ന് പ്രശ്നം കൊണ്ട് വരാതിരുന്ന, ഇന്നതുകൊണ്ട് വരാതിരുന്ന, ഇങ്ങനെ കളവുകൾ പറഞ്ഞുകൊണ്ട് മുനാഫിഖുകളും മറ്റും വരുന്നു. ഇവിടെയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയുടെ, അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ശ്രേഷ്ഠനായ ആ സഹാബിയുടെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ആ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിത സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കഥ? ആ സഹാബി തബൂക്ക് യുദ്ധത്തിന് പോയിട്ടില്ല. പക്ഷേ തബൂക്കിന് പോകാത്ത മുനാഫിക്കുകളുടെ കൂട്ടത്തിലല്ല കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുഅ്മിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠരായ സഹാബിമാരിൽ ഒരാളാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തെറ്റുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുമല്ലോ. അതുപോലൊരു അബദ്ധം
കഅബ് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചതാണ്. ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള സുദീർഘമായ ആ ഹദീസ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതിലെ പദങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല, അത് വായിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. മറിച്ച് അതിലെ കാര്യം, അതിന്റെ അർത്ഥം പറഞ്ഞ് പോവുകയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു യുദ്ധത്തിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടില്ല, തബൂക്കിലൊഴികെ. പക്ഷെ ബദറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ബദറിൽ പങ്കെടുക്കാത്തതിന് ആരെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് യഥാർത്ഥത്തിൽ എന്തിനു പുറപ്പെട്ടതല്ല, യുദ്ധം ഉദ്ദേശിച്ച് പുറപ്പെട്ടതല്ല. ഖുറൈശികളുടെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പുറപ്പെട്ടത്. നേരത്തെ തീരുമാനിക്കാതെയായിരുന്നു ശത്രുവുമായി നബിയും സഹാബത്തും നേരിടേണ്ടി വന്നത്. കഅബ് പറയുകയാണ്, ഞാൻ അഖബ ഉടമ്പടിയിൽ ആ രാത്രിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് അഖബ ഉടമ്പടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ മദീനക്കാരായ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് ഉടമ്പടി ചെയ്തതാണ് അഖബ ഉടമ്പടി. 2 തവണ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേതിൽ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ നബിയെ സംരക്ഷിക്കാമെന്നും മറ്റുമുള്ള കരാർ അതിലുണ്ട്. ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അതിനു പകരം ബദറിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം അത്രയും ശ്രേഷ്ഠതയുള്ള കാര്യമാണത് അഖബ ഉടമ്പടി എന്ന് കഅബ് പറയുന്നു. വൈകാനത് ബദറുൻ അദ്കറ ഫിന്നാസി ഫിഹാ, ആളുകൾക്കിടയിൽ കൂടുതൽ പ്രസിദ്ധി എന്തിനാണ്? ബദറിന്. എനിക്കതിനു പകരം ബദർ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നു എന്റെ കഥ? കഅബ് പറയുന്നു, ഞാൻ തബൂക്കിന്റെ വേളയിൽ ആ സമയത്തെ പോലെ ശക്തിയും ഉന്മേഷവും ഒന്നും എനിക്ക് വേറെ സമയത്തുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ ശക്തനായിരുന്ന സമയമാണ്. അദ്ദേഹം യുവാവായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒരു കാലത്തും 2 വാഹനങ്ങൾ, 2 ഒട്ടകങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല. തബൂക്കിന്റെ സമയത്ത് 2 വാഹനങ്ങൾ എനിക്കുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം ഭൗതിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും, എന്തെല്ലാം രൂപത്തിൽ ശക്തി ഉന്മേഷം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നന്മക്ക് തൗഫീഖ് അല്ലാഹുവിന്റെ പക്കലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അല്ലാതെ നമുക്കത് സാധ്യമല്ല. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുൻതൂക്കം എന്തിനു വേണം? ദീനിന്റെ കാര്യങ്ങളിൽ അള്ളാഹുവിനോട് സഹായം തേടണം. റമദാൻ വരികയാണ്. അള്ളാഹു ആഫിയത്തോടെ നല്ല നിലക്ക് നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നോമ്പെടുക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ, ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. എത്ര ആരോഗ്യം നമുക്കുണ്ട് എങ്കിലും, എത്ര ഉന്മേഷം ഉണ്ട് എങ്കിലും, നോമ്പ് പൊതുവെ നമ്മളെ തളർത്താറില്ല എങ്കിലും, അതുപോലെ ഒരു ഇബാദത്ത് മുന്നിൽ വരികയാണ്, ഖൈർ മുന്നിൽ, അള്ളാഹുവിനോട് തേടണം. എന്തിന്? നല്ല നിലക്ക് ചെയ്യാൻ അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യണേ, നീ സ്വീകരിക്കുന്ന രൂപത്തിൽ, നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കി നിങ്ങൾ, അതുപോലെ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ആ സമയത്തെ പോലെ മുമ്പ് ഒരിക്കലും എനിക്ക് 2 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ എവിടെ യുദ്ധത്തിന് പോകുമ്പോഴും വേറൊരു സ്ഥലത്താണ് പോകുന്നത് എന്നായിരുന്നു സൂചിപ്പിക്കുക. തൗരിയത്ത് എന്ന് പറയും, യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. നേർക്കുനേരെ പറയുകയില്ല, നേർക്കുനേരെ കളവ് പറയുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ ആളുകൾക്ക് തോന്നുക വേറെ സ്ഥലത്താണ് പോകുന്നത് എന്നായിരിക്കും. എന്നാൽ ഈ യുദ്ധത്തിൽ തബൂക്കിൽ അതാകട്ടെ കടുത്ത ചൂടുള്ള സമയത്ത്, ദീർഘമായ യാത്രയാണ്. ശത്രുക്കളാകട്ടെ റോമക്കാരാണ്, ഒരുപാടുണ്ട്. ആ സമയത്ത് മുസ്ലിമീങ്ങൾ ഒരുങ്ങാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് പോകുന്നത് എന്ന് അവരോട് തെളിച്ചു പറഞ്ഞു. മുസ്ലിമീങ്ങളാകട്ടെ ഒരുപാടുണ്ട്, ഒരുപാട് പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. മാത്രമല്ല നബിയുടെ കൂടെയുള്ള സൈന്യത്തെ രേഖപ്പെടുത്താൻ ഒരു ദീവാൻ ഉണ്ടായിരുന്നു. ദീവാൻ എന്ന് പറഞ്ഞ സൈനികരെ അവരുടെ രജിസ്റ്ററിനാണ് ദീവാൻ എന്ന് പറയുക. പല രജിസ്റ്ററുകൾക്കും അറബിയിൽ ദീവാൻ എന്ന് പറയും. രാജാക്കന്മാരുടെയും മറ്റും രേഖകൾക്ക് ദീവാൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ സൈനികരെ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്ററോ മറ്റോ ഉണ്ടായിരുന്നില്ല, ആരുടെയും പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും പോകാതെ മുങ്ങാൻ ഉദ്ദേശിച്ചാൽ അവൻ വിചാരിക്കുമെന്ന്, ഞാൻ പോകാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുകയില്ല. അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയാൽ മാത്രമേ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുക എന്ന് ഏതൊരാൾക്കും തോന്നിപ്പോകും. അത്രയും ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലാകട്ടെ പഴങ്ങൾ പഴുക്കുന്ന മരത്തിന്റെ നിഴൽ അത് വരുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഈത്തപ്പന അതിന്റെ ആ കായ്കൾ ഉണ്ടായി അതിന്റെ നിഴൽ നിലത്തു വരുന്ന ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധത്തിന് ഒരുങ്ങുന്നത്. കഅബ് പറയുന്നു റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലും മുസ്ലിമീങ്ങളും യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ്. യുദ്ധത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികളും ഒക്കെ ഓരോരുത്തരും ഒരുക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും എന്തു ചെയ്യും, എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പോകാനുള്ളതൊക്കെ ശരിയാക്കാൻ വേണ്ടി ആ ഉദ്ദേശത്തിൽ രാവിലെ ഇറങ്ങും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല. ഞാൻ വിചാരിക്കും അനാ ഖാദിറുൻ അലൈഹി, എനിക്കതിന് സാധിക്കുമല്ലോ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഒടുവിൽ പോകേണ്ട നാളെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അതാ പുറപ്പെടുകയാണ്. ഞാനാകട്ടെ ഒന്നും ഒരു തയ്യാറെടുപ്പും എടുത്തിട്ടില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു അത്തജഹസു ബഅദഹു ബിയൗമിൻ ഔ ബിയൗമിൻ, പോയിക്കോട്ടെ മുസ്ലിമീങ്ങൾ പോയിക്കോട്ടെ, ഞാൻ 1-2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി എന്നിട്ട് പിന്നാലെ പോയി വേഗം പോയി അവരുടെ കൂടെ പങ്കുചേരും, അവരെ കൂടെ പിടിക്കും. അങ്ങനെ മുസ്ലിമീങ്ങൾ പുറപ്പെട്ട ശേഷം വീണ്ടും ഇതുപോലെ ഞാൻ യുദ്ധത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി രാവിലെ നീങ്ങി. പക്ഷേ ഒന്നും ചെയ്യാതെയാണ് അന്നും തിരിച്ചു വന്നത്. فلم يزل بي حتى أسرعوا وتفارت الغزو. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ദൂരെ ചെന്നുപോയി. ചേരാൻ പറ്റാത്ത ദൂരം എത്തുമാറ് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോഴേക്ക് വീണ്ടും തോന്നി ഇപ്പം പോയി കൂടെ ചേർന്നാലോ. കഅബ് പറയുകയാണ്, ഈ പിൽക്കാലത്ത് ഈ കഥ പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് വലൈതനി ഫഅൽത്, ചെയ്തിരുന്നെങ്കിൽ. പിൽക്കാലത്ത് പോലും കഅബ് റളിയല്ലാഹു അൻഹു കാരണം അതിന്റെ പേരിൽ നേരിട്ട പ്രയാസങ്ങൾ ഓർത്ത് കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്ത്, ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ. ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഹദീസിന്റെ കിതാബുകൾ കാണാം. അദ്ദേഹം വൃദ്ധനായി കണ്ണ് കാണാത്ത അവസ്ഥയിൽ ഒരു മകൻ അദ്ദേഹത്തെ മസ്ജിദിലേക്കും മറ്റും കൂട്ടിക്കൊണ്ടുവരുന്ന വേളയിൽ ഈ കഥ കഅബ് റളിയല്ലാഹു അൻഹു പിൽക്കാലക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു ഞാനത് ചെയ്തിരുന്നുവെങ്കിൽ. പക്ഷേ ഇല്ല, അങ്ങനെ എനിക്ക് വിധിയുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോവുക തന്നെ ചെയ്തു. ഞാൻ അതിനുശേഷം മദീനയിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ആകെ ദുഃഖത്തിലാഴ്ത്തി. കാരണം പോകാതെ ഞാൻ അവിടെ കാണുന്നത് നിഫാഖിന് അറിയപ്പെട്ട മുനാഫിക്കുകളെ അല്ലാതെ, സഹാബത്തിന് മുനാഫിക്കുകളെ അവരുടെ അടയാളം കൊണ്ടും മറ്റും അറിയാമായിരുന്നു. മുനാഫിക്കുകളായ ആളുകളെല്ലാം നിഫാഖിൽ മുങ്ങിയവരെ അല്ലാതെ പോകാത്തവരായി ഞാൻ കാണുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോയല്ലോ. ഔ റജുലൻ മിമ്മൻ അദറ അല്ലാഹു തആല മിന അദ്ദുഅഫാ, അല്ലെങ്കിൽ ദുർബലരായ വികലാംഗരും അന്ധന്മാരും ഒക്കെയായ ശക്തിയില്ലാത്ത ആളുകളെ, ഈ രണ്ടു കൂട്ടരല്ലാതെ മദീനയിൽ കാണുന്നില്ല. ഇത് എന്നെ വലിയ പ്രയാസത്തിലാക്കി. ഞാൻ പോയില്ലല്ലോ എന്നോർത്ത് എനിക്ക് വലിയ ദുഃഖമുണ്ടായി. കഅബ് പറയുകയാണ് വലം യദ്കുർനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബലഗ തബൂക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ യാത്രയിൽ എന്നെ ഓർത്തതേയില്ല. തബൂക്കിൽ എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഓർമ്മ വന്നത്. തബൂക്കിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുമ്പോൾ ആളുകളോട് ചോദിച്ചു മാ ഫഅല കഅബ് ഇബ്നു മാലിക്, അല്ല കഅബിന് എന്ത് പറ്റി, കഅബ് ഇബ്നു മാലിക് ഇവിടെ? ഒരാൾ പറഞ്ഞത്രേ യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാഹ് വനദറഹു ഫീ ഇത്ഫൈഹി. ആ കഅബ് അയാളുടെ കുപ്പായൊക്കെ നോക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് എന്ന് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രൂപത്തിൽ ഒരാൾ അവിടെ പറഞ്ഞു. വന്നില്ല എന്നത് കഅബിനെ വിമർശിക്കുന്ന രൂപത്തിൽ ഒരാൾ പറയുകയാണ്. ഫഖാല ലഹു മുആദ് ബിൻ ജബൽ, അപ്പോൾ മുആദ് ബിൻ ജബൽ പറഞ്ഞു ബിഅസ മാ ഖുൽത, എന്ത് വർത്തമാനമാണ് ഈ പറഞ്ഞത്, ഈ പറഞ്ഞത് ശരിയല്ല. വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ മാ അലിംന അലൈഹി ഇല്ലാ ഖൈറാൻ, കഅബിനെ കുറിച്ച് നല്ലതല്ലാതെ ഞങ്ങൾക്ക് അറിയുകയില്ല. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ല, നബി മിണ്ടാതിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
തബൂക്കിൽ നിന്ന് തിരിച്ചു പുറപ്പെട്ടിട്ടുണ്ട്, നബി തിരിച്ചെത്താറായിട്ടുണ്ട് എന്ന വാർത്ത കിട്ടിയപ്പോൾ എന്നെ വല്ലാത്ത ആശങ്ക പിടികൂടി. എന്ത് കളവ് ഞാൻ പറയും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപത്തിൽ നിന്ന് ഞാൻ എന്തു പറഞ്ഞിട്ടാണ് ഞാൻ രക്ഷപ്പെടുക? അങ്ങനെ ഓരോരുത്തരോട്, എന്റെ കുടുംബത്തിലെ ചിലരോടൊക്കെ ഞാൻ കൂടി ആലോചിച്ചു എന്താണ് പറയേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ സാഹ അനിൽ ബാത്തിൽ, എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ സങ്കല്പിച്ചു വെച്ച ബാത്തിലായ കാര്യങ്ങളൊക്കെ എവിടെയോ പോയി. ഒരു കളവും പിന്നെ എന്റെ മനസ്സിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ഈ ഒരു കളവ് പറഞ്ഞിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. ഞാൻ എന്ത് ചെയ്തു? സത്യസന്ധത അത് ശേഖരിച്ചു വെച്ചു, കളവ് പറയുകയില്ല എന്ന് തീരുമാനിച്ചു. വസബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ. അല്ലാഹുവിന്റെ റസൂൽ അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പതിവ് യാത്ര കഴിഞ്ഞെത്തിയാൽ മസ്ജിദിലാണ് തുടങ്ങുക. 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ആളുകളെ കാണാൻ അവിടെ ഇരിക്കും. അങ്ങനെ നബി ഇരുന്നപ്പോൾ അതാ യുദ്ധത്തിന് പോകാതിരുന്ന ആളുകളൊക്കെ നബിയെ കാണാൻ വരികയാണ്. നബിയോട് വന്ന് ഓരോ ഒഴിവ് കഴിവ് പറയുന്നു, സത്യം ചെയ്തു പറയുന്നു. അവരേതാണ്ട് 80-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഒഴിവ് കഴിവ് പറഞ്ഞ, ന്യായം പറഞ്ഞ ഓരോരുത്തരിൽ നിന്നും ആ ന്യായം സ്വീകരിച്ചു. അവർക്ക് വേണ്ടി പാപമോചനം തേടി. എന്തുകൊണ്ടാണ്? നബിയുടെ പതിവ് പുറമേക്ക് പറഞ്ഞത് സ്വീകരിക്കലാണ്, ഉള്ളിലുള്ളത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അങ്ങനെ ഞാൻ ചെന്നു. ഫലമ്മ സല്ലംതു അലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞപ്പോൾ തബസ്സമ തബസ്സുമൽ മുഗ്ദബ്, ദേഷ്യമുള്ള ആളുടെ ഒരു പുഞ്ചിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കാണാനുണ്ട്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും ചെയ്തു. ദേഷ്യം കാണാവുന്ന ഒരു പുഞ്ചിരി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തആൽ, വരൂ. ഞാൻ നടന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരുന്നു. ഫഖാല ലി, എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക്, എന്തേക്കാ വരാതിരുന്നത്? അലം തകുൻ ഖദ് ഇബ്തഅത ലഹറക്, നിനക്ക് പോകാനുള്ള വാഹനമൃഗം ഒട്ടകം നീ വാങ്ങിയിരുന്നില്ലേ? കഅബ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയ ലറഅയ്തു അന്നി സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്ർ. നബിയെ, താങ്കളല്ലാത്ത വേറെ ഏതെങ്കിലും ദുനിയാവിന്റെ ആളുകളുടെ മുന്നിലായിരുന്നു ഞാൻ ഇരുന്നതെങ്കിൽ അയാളുടെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒഴിവ് കഴിവ് ഞാൻ പറയുമായിരുന്നു. വലഖദ് ഉഅതീതു ജദലൻ, ഞാൻ നല്ല സംസാരിക്കാൻ അറിയുന്ന ആളാണ്, നന്നായി വാദിക്കാൻ അറിയുന്ന ആളാണ്. ولكني والله لقد علمت لئن حدثتك اليوم حديث كذب ترضى به عني ليوشكن الله أن يسخطك علي. ഇപ്പോൾ ഇതാ താങ്കളെ തൃപ്തിപ്പെടുത്താൻ ഒരു കളവ് ഞാൻ പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ താങ്കൾക്ക് എന്നോട് പിന്നീട് വെറുപ്പുണ്ടാക്കും. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നബി അങ്ങക്ക് പ്രയാസം തോന്നിയേക്കാം, പക്ഷേ ഇന്നി ലഅർജു ഫീഹി അഫല്ലാഹ്, അല്ലാഹുവിന്റെ മാപ്പ് അവൻ വിട്ടുതരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലാ വല്ലാഹി മാ കാന ലി മിൻ ഉദ്ർ, അല്ലാഹുവാണ് നബി, എനിക്ക് ഒരു ഒഴികഴിവും ഉണ്ടായിരുന്നില്ല, ഒരു ന്യായവും ഉണ്ടായിരുന്നില്ല. വല്ലാഹി മാ കുൻതു ഖത്തു അഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻക. നബിയെ, ഞാൻ ആ വരാതിരുന്ന സമയത്തോളം എനിക്ക് ശക്തിയുള്ള, എനിക്ക് കാര്യങ്ങൾ എളുപ്പമുള്ള വേറൊരു സമയവും ഉണ്ടായിരുന്നില്ല. കഅബ റളിയല്ലാഹു അൻഹു ഉള്ള കാര്യം അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പറഞ്ഞു. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ, ദാ ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. ഫഖും ഹത്താ യഖ്ദി അല്ലാഹു ഫീക, എഴുന്നേറ്റ് പോവുക, അല്ലാഹു നിന്റെ കാര്യത്തിൽ ഒരു വിധി പറയട്ടെ. കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബിയുടെ അടുത്തുനിന്ന് മടങ്ങിപ്പോയപ്പോൾ ബനു സലമ ഗോത്രക്കാരൊക്കെ എന്റെ പിന്നാലെ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ പിന്നാലെ വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇതിനോളം വലിയ തെറ്റ് വേറൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞൊരു ന്യായം പറഞ്ഞുകൂടാ പോരായിരുന്നോ? നബി നിനക്ക് വേണ്ടി പാപമോചനം നടത്തൂലേ, ഇസ്തിഗ്ഫാർ തേടുകയില്ല, അതുപോലെ അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ. അങ്ങനെ
അവരെന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ എനിക്ക് തോന്നിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നില്ല എന്നോ മറ്റോ പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഞാൻ ആളുകളോട് ചോദിച്ചു, ഹൽ ലഖിയ ഹാദാ മഇ അഹദ്, എന്നെ പോലെ ഇതുപോലെ പറഞ്ഞു വേറെ ആരെങ്കിലും ഉണ്ടോ? ആളുകൾ പറഞ്ഞു, നഅം ലഖീതു മഅക റജുലാൻ ഖാല മിസ്ല മാ ഖുൽത ഫഖീൽ ലഹുമാ മിസ്ല മാ ഖീല ലക്. നീ പറഞ്ഞ അതേ വർത്താൻ പറഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു, അവരോട് നിന്നോട് പറഞ്ഞ അതേ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, മൻ ഹുമാ, ആരാണ്? അവർ പറഞ്ഞു, മുറാറത്ത് ഇബ്നു റബീഅ വ ഹിലാൽ ഇബ്നു ഉമയ്യ, ഈ രണ്ടുപേര്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നല്ല രണ്ടാളുകളെയാണ് എനിക്ക് പറഞ്ഞത്, അഥവാ എന്നെ പോലെ വേറെ നല്ല രണ്ടാളുകൾ കൂടി ഉണ്ടല്ലോ, എനിക്കവരിൽ മാതൃക ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരുത്തു പറയാതെ മടങ്ങി. ആ രണ്ടുപേരും ബദറിൽ പങ്കെടുത്തവരാണ് എന്ന് കഅബ് റളിയല്ലാഹു അൻഹു ഈ റിവായത്തിൽ പറയുന്നു. പക്ഷെ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചകളുണ്ട്. അവർ രണ്ടുപേരും ബദറിൽ പങ്കെടുത്തവരായിരുന്നു എന്നൊക്കെ. കഅബ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നു രണ്ടുപേരും ബദറിൽ പങ്കെടുത്തവരാണ് എന്ന്. എന്താണ് പിന്നെ ഇവർക്ക് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ വഹി പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 പേരെ ഹജ്ർ ചെയ്യാൻ മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുകയാണ്. ഈ 3 പേരെ ഹജ്ർ ചെയ്യാൻ, അവരോട് മിണ്ടാൻ പാടില്ല, അവരുമായി ഇടപാടുകൾ, അവരുമായി സാധാരണ തലത്തിലുള്ള ഇടപാടുകൾ അല്ലാതെ അവരോട് മിണ്ടുകയോ മറ്റോ ചിരിക്കുകയോ മറ്റോ ചെയ്യാതെ, അവരോട് സലാം പറയാതെ അവരെ ഹജ്ർ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളോട് വിലക്കി ഞങ്ങളോട് മിണ്ടരുത് എന്ന്. അങ്ങനെ ജനങ്ങളെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചു. വതഗയ്യറു ലനാ ഹത്താ തനക്കറത് ഫീ നഫ്സി അൽ അർദ്. എനിക്ക് എന്തവസ്ഥയുണ്ടായി, ആളുകളെല്ലാം എന്നോട് വേറൊരു രൂപത്തിൽ പെരുമാറുകയാണ്. ഞാൻ പരിചയിച്ച ഈ നാട്, പരിചയിച്ച ഈ ഭൂമി വേറൊരു നാട് പോലെ, വേറൊരു ഭൂമി പോലെ എനിക്ക് തോന്നിപ്പോവുകയാണ്. 50 ദിവസങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൂട്ടി. എന്റെ 2 കൂട്ടുകാരാകട്ടെ, അവർ വൃദ്ധരായിരുന്നു, അവരവരുടെ വീട്ടിലിരുന്ന് കരയുകയാണ്, വേറൊന്നും ചെയ്യുന്നില്ല. ഞാനാകട്ടെ, ഞാൻ ആ 3 പേരിൽ ഏറ്റവും യുവാവാണ്, ശക്തനാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങും, ഞാൻ മസ്ജിദിലേക്ക് ചെല്ലും, മുസ്ലിമീങ്ങളുടെ കൂടെ നിസ്കരിക്കും, അങ്ങാടിയിലൂടെ നടക്കും. വലാ യുകല്ലിമുനി അഹദ്, ഒരു കുട്ടി എന്നോട് മിണ്ടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരാൾ പോലും എന്നോട് സംസാരിക്കുകയില്ല. വആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലും. വഉസല്ലിം അലൈഹി, നബിയോട് സലാം പറയും. വഹുവ ഫി മജ്ലിസിഹി ബഅദ അസ്സലാഹ്, നബി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഫഅഖൂലു ഫീ നഫ്സി, എനിക്ക് മനസ്സിൽ തോന്നും, ഹൽ ഹറക ശഫതൈഹി ബിറദ്ദി അസ്സലാമി അലൈഹി അം ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സലാം മടക്കിക്കൊണ്ട് ചുണ്ടനക്കിയോ ഇല്ലേ എന്ന് എനിക്ക് സംശയം തോന്നും. സലാം നേർക്കുനേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുന്നില്ല. ثم اصلي قريبا منه, ഞാൻ നബിയുടെ അടുത്ത് നിന്ന് നിസ്കരിക്കും. واسارقه النظر, ഞാൻ ഇടം കണ്ടിട്ട് നബിയെ നോക്കും. فاذا اقبلت على صلاتي نظر الي واذا التفت نحوه اعرض عني. ഞാൻ നബിയെ നോക്കിയാൽ നബി എന്നെ നോക്കിയില്ല, പക്ഷെ ഞാൻ നബിയെ നോക്കാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. മുസ്ലിമീങ്ങൾ ഈ രൂപത്തിൽ ഞങ്ങളോട് പെരുമാറുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സഹാബിയാണ്, ഇദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്റെ മകനാണ്. അബൂ ഖതാദയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. പറയുകയാണ്, ഞാൻ ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ ഒരു ദിവസം അബൂ ഖതാദയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ചുമര് ചാടി കടന്നു പോവുകയാണ്. അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനാണ്, എന്റെ പിതൃ സഹോദരന്റെ മകനാണ്, ഇബ്നു അമ്മാൻ. ഞാൻ അബൂ ഖതാദയെ കണ്ടു സലാം പറഞ്ഞു. ഫവല്ലാഹി മാ റദ്ദ അലൈഹി സലാം, വല്ലാഹി എന്നോട് സലാം അടക്കില്ല. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, യാ അബൂ ഖതാദ, അബൂ ഖതാദ, ഉൻഷിദുക ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളല്ലേ ഞാൻ, അങ്ങനെയല്ലേ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയുന്നു?
അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുക എന്നത് നിഫാഖ് ഇല്ല എന്നതിന്റെ അടയാളമാണ്. മുനാഫിഖ് അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുകയില്ല. അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളായിട്ടല്ലേ നിനക്കെന്നെ അറിയുന്നത്? ഫസക്കത്ത്. അബൂ ഖത്താദ മറുപടി പറയുന്നത് ഫഉത്തു ഫനാശത്തുഹു ഫസക്കത്ത്. വീണ്ടും അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ചോദിച്ചു. അബൂ ഖത്താദ മറുപടി പറയുന്നില്ല. ഫഉത്തു ഫനാശത്തു. വീണ്ടും അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ചോദിച്ചു. അബൂ ഖത്താദ പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം. അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. ഖാല കഅബുൻ ഫഫാദത് ഐനായ. അബൂ ഖത്താദ ഇത് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഞാൻ പോകുന്നതിനിടയിൽ മദീനയിലെ അങ്ങാടിയിലൂടെ ഞാൻ നടക്കുമ്പോൾ ഇതാ നബത്തിയും മിൻ അംബാത്തി അഹ്ലി ശ്യാം. ഷ്യാമിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ, ഷ്യാമിൽ നിന്ന് വന്ന മുസ്ലിം അല്ലാത്ത ഒരു കച്ചവടക്കാരൻ ഭക്ഷണവും മറ്റും വിൽക്കുന്ന ഒരാളാണ്. അയാൾ അങ്ങാടിയിലൂടെ മുസ്ലിമീങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് കഅബ് ഇബ്നു മാലിക്കിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആരായി കഅബ് ഇബ്നു മാലിക്? അപ്പൊ ജനങ്ങൾ എന്തു ചെയ്തു? കഅബിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തുപോലും ചെയ്തു. അതാ കഅബ എന്ന് വരെ പറഞ്ഞില്ല. അതൊരു സംസാരത്തിലേക്ക്, കഅബുമായുള്ള സംസാരത്തിലേക്ക് നയിക്കാതിരിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറിച്ച് എന്ത് ചെയ്യുകയാണ്? ഇയാൾ കഅബ് ഇബ്നു മാലിക് എവിടെയെന്ന് ചോദിച്ചു വന്ന ആൾക്ക് കഅബിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അത്രത്തോളം മുസ്ലിമീങ്ങൾ പാലിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് ഇയാൾ കഅബിന്റെ അരികിലേക്ക് വന്ന് ഗസ്സാനിലെ കാഫറായ ഒരു രാജാവിന്റെ കത്ത് കൈമാറുകയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കത്ത് തുറന്ന് വായിച്ചപ്പോൾ ഗസ്സാനിലെ മലിക്കിന്റെ കത്താണിത്. രാജാവിന്റെ കത്താണ്, എഴുത്താണ്. എന്താണ് അയാൾ എഴുതിയിരിക്കുന്നത്? അയാൾ എഴുതിയിരിക്കുന്നു, നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ സാഹിബ്, അതായത് നിങ്ങളുടെ നബി നിങ്ങളോടിപ്പോൾ ഈ രൂപത്തിൽ മോശമായി പെരുമാറിയിരിക്കുകയാണ്, നിങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലം യജഅൽക അല്ലാഹു ബിദാരി ഹവാനിൻ വലാ മദിഅ, നിങ്ങളിങ്ങനെ അപമാനം സഹിച്ച് അവിടെ കഴിയേണ്ട ആളൊന്നുമല്ല. ഫൽഹഖ് ബിനാ നുവാസിക്, ഇങ്ങോട്ട് വരൂ, നമ്മൾ നല്ല സ്ഥാനം തന്ന് നിങ്ങളെ ആദരിക്കാം. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഇത് വായിച്ചപ്പോൾ പറഞ്ഞു, വഹാദ അയ്ദൻ മിനൽ ബലാ, ഇത് വേറൊരു പരീക്ഷണമാണ്. ഫതയമ്മംതു ബിഹ തന്നൂറ ഫസജർതുഹാ ബിഹാ, ഞാൻ വീട്ടിലേക്ക് ചെന്ന് അത് അടുപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു. അയാളുടെ കത്ത്, ആ കാഫിറിന്റെ കത്ത് ഞാൻ അടുപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു. നോക്കൂ നിങ്ങൾ, ആ സന്ദർഭം മുതലെടുത്ത് കഅബ് റളിയല്ലാഹു അൻഹു കുഫറിലേക്ക് വിളിക്കാൻ, റിദ്ദത്തിലേക്ക് വിളിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവിന്റെ മജ്ലിസിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ റിദ്ദത്ത് എന്താണുള്ളത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, അതിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയാണ്. അയാൾക്ക് ഉത്തരം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബന്ധം വിട്ട് അങ്ങോട്ടേക്ക് പോവുക എന്നത്. അങ്ങനെ 50 ദിവസങ്ങളിൽ 40 ദിവസം കഴിഞ്ഞു. ഇത് 50 ദിവസം കഴിഞ്ഞാൽ അവസാനിക്കുമെന്ന് ആദ്യം അവർക്ക് അറിയുകയില്ല. കഅബ് പറയുകയാണ്, 40 ദിവസം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ എന്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം വന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നു എന്ത്? ഭാര്യയുമായി വിട്ടുനിൽക്കണം, ഭാര്യയുമായി കൂടെ കഴിയാൻ പാടില്ല. കഅബ് ചോദിച്ചു, തല്ലഖുഹ, തലാഖ് ചൊല്ലണമെന്നാണോ? അപ്പൊ പറഞ്ഞു, അല്ല, തലാഖ് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, മറിച്ച് വിട്ടുനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ബാക്കി രണ്ടുപേരുടെ അരികിലേക്കും ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. കഅബ് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, അവിടെ നിന്നോളൂ, അള്ളാഹു ഒരു കാര്യം തീരുമാനമാക്കുന്നത് വരെ നീ അവിടെ നിന്നുകൊള്ളുക. അങ്ങനെ ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന മാറ്റി നിർത്തപ്പെട്ട 3 പേരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബി, എന്റെ ഭർത്താവ് വളരെ വൃദ്ധനായ ഒരാളാണ്, അദ്ദേഹത്തിന് സഹായിയായി വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ സേവിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നോളൂ, പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ പാടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നബി, അദ്ദേഹം അതിനൊന്നും സാധിക്കാത്ത പടുവൃദ്ധനായ, ദഈഫായ, ദുർബലനായ ഒരാളാണ്,
അങ്ങ് ജനങ്ങളോട് മിണ്ടരുതെന്ന് പറഞ്ഞത് മുതൽ കരയുക മാത്രമാണ്, ഒന്നും ചെയ്യുന്നില്ല. കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് ചില കുടുംബക്കാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ ഭാര്യ ചെന്നതുപോലെ നിന്റെ ഭാര്യയും കൂടി ആ വർത്തമാനം പറഞ്ഞ് അത് പറയാൻ അയച്ചുകൂടെ എന്ന് ചിലർ എന്നോട് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ഈ കാര്യത്തിൽ അനുവാദം ചോദിക്കുകയില്ല. കാരണം ഞാൻ യുവാവായ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും അതിന് മറുപടി പറയുക? അങ്ങനെ 10 ദിവസം കൂടി കഴിഞ്ഞു. 50 ദിവസം തികഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് ഇവരോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞു. സുബ്ഹ് നിസ്കാരം ഞാൻ നിർവഹിച്ചു. ഞാൻ എൻ്റെ വീട്ടിന്റെ മുകളിൽ ഒരാവശ്യത്തിന് കയറിയിരിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെയുള്ള സ്ഥിതിയിലാണ് ഞാനുള്ളത്. ഖുർആനിൽ അള്ളാഹു ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വഅല الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه. ഭൂമി അവർക്ക് കുടുങ്ങിപ്പോയി, അവരുടെ മനസ്സ് ഇടുങ്ങിപ്പോയി, അള്ളാഹുവിലേക്കല്ലാതെ ഇനിയൊരു അഭയമില്ല എന്നവർ മനസ്സിലാക്കി. ആ പ്രയാസത്തിന്റെ അവസ്ഥയിൽ ഞാനെത്തി. قد ضاقت علي نفسي وضاقت علي الأرض بما رحبت. വിശാലമായ ഭൂമി എനിക്ക് കുടുങ്ങിയതായി അനുഭവപ്പെട്ടു. എൻ്റെ മനസ്സ് അങ്ങേയറ്റം കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് سمعت صوت صارخ أوفى على جبل سلع بأعلى صوته. ഒരാൾ സലഅ് പർവ്വതത്തിന്റെ മുകളിൽ കയറി അയാൾക്ക് സാധിക്കാവുന്ന അത്രയും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, ഓ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, സന്തോഷിച്ചുകൊള്ളുക എന്ന് വിളിച്ചു പറയുകയാണ്. ഖാല കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് മനസ്സിലായി അല്ലാഹു റബ്ബുൽ ആലമീൻ പോംവഴി ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഫഖറർതു സാജിദ, ഞാൻ സുജൂദിൽ വീണു, ശുക്റിന്റെ സുജൂദിൽ വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇവരുടെ തൗബ സ്വീകരിച്ച വിവരം ആളുകളെ അറിയിക്കണം. ഖുർആനിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഅല الثلاثة الذين خلفوا, ആ മാറ്റി നിർത്തപ്പെട്ട 3 പേരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഫജ്ർ നിസ്കാരത്തിനു ശേഷം ആളുകളതാ സന്തോഷ വാർത്ത അറിയിക്കാനായി ഞങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അപ്പൊ എന്നെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ 2 പേര് വന്നു. ഒരാൾ എന്ത് ചെയ്തു? കുതിരപ്പുറത്ത് കയറി. മറ്റേ ആൾ എന്ത് ചെയ്തു? മലമുകളിൽ കയറി. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു. കുതിരപ്പുറത്തുള്ള ആൾ എത്തുന്നതിന് മുമ്പ് ആരുടെ ശബ്ദം എത്തി? മലമുകളിൽ കയറി വിളിച്ചു പറഞ്ഞ ആളുടെ ശബ്ദം എത്തി. കാരണം മുസ്ലിമീങ്ങൾക്ക് സന്തോഷം പകരുന്ന വാർത്തകൾ അവർ കേൾപ്പിക്കുക എന്നത് മുസ്തഹബായ പുണ്യകരമായ കാര്യമാണ്. മുആദ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്യാത്തവൻ സ്വർഗത്തിലാകുമെന്ന ഹദീസ് കേട്ടപ്പോൾ എന്താണ് നബിയോട് ചോദിച്ചത്? അഫല ഉബശ്ശിറു നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്നാണ്. ആളുകൾക്ക് സന്തോഷമുണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ അവരെ കേൾപ്പിക്കുക എന്നത് പുണ്യകരമാണ്. അങ്ങനെ ഞാൻ എന്റെ ശബ്ദം കൊണ്ട് എന്നെ ആ കാര്യം അറിയിച്ച ആളെ കണ്ടപ്പോൾ എന്തു ചെയ്തു? ഞാൻ എൻ്റെ 2 വസ്ത്രം അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു. ആ സന്തോഷ വാർത്ത അറിയിച്ചത്. എനിക്കാട്ടോ വേറെ വസ്ത്രമില്ലായിരുന്നു. ഞാൻ വസ്ത്രം കടം വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. ആളുകളെല്ലാം കൂട്ടം കൂട്ടമായി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരിക. ഒരു സന്തോഷമുണ്ടായാൽ, ഒരു മുസ്ലിമായ ഒരാൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യമുണ്ടായാൽ അയാൾ അഭിനന്ദിക്കുക, അയാളോട് നല്ല വാക്ക് പറയുക. അതും പുണ്യകരമായ സഹാബത്തിന്റെ മാതൃകയുള്ള കാര്യമാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മസ്ജിദിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുകയാണ്, ആളുകൾ ചുറ്റുമിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമാകട്ടെ സന്തോഷം കൊണ്ട് തിളങ്ങുകയാണ്. നബിയുടെ മുഖം അങ്ങനെയായിരുന്നു. സന്തോഷമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രകാശിക്കും. നബി പറഞ്ഞു, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക, ഉമ്മ പ്രസവിച്ച അന്ന് തൊട്ടുള്ള ദിനങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള ദിനം കൊണ്ട് സന്തോഷമടയൂ കഅബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നബിയെ, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ് അം മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നാണോ അതല്ല താങ്കളുടെ പക്കൽ നിന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ആ സന്തോഷ വാർത്ത അറിയിച്ചു. ഞാൻ പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ തൗബയായി എൻ്റെ സ്വത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക അലൈക ബഅദ മാലിക് ഫഹുവ ഖൈറുൽ ലക, അല്ല നീ മുഴുവൻ ദാനം ചെയ്യണം, നീ അവിടെ ബാക്കി വെക്കുക, അതായിരിക്കും നിനക്ക് ഖൈർ.
അപ്പൊ പറഞ്ഞെങ്കിൽ ഖൈബറിലുള്ള എന്റെ ഓഹരി അത് ഞാൻ വെച്ചുകൊള്ളാം, ബാക്കിയുള്ളത് ഞാൻ ദാനം ചെയ്യാം. നബിയെ, എന്നെ രക്ഷപ്പെടുത്തിയത് സിദ്ഖാണ്, സത്യസന്ധതയാണ്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ തൗബയാണ്, ഞാൻ ഒരിക്കലും സിദ്ഖല്ലാതെ ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം സത്യമല്ലാതെ ഒരു കാരണവശാലും ഞാൻ പറയുകയില്ല. എന്നിട്ട് കഅബ് പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അതുപോലെ തന്നെ എന്നെ ഇതുപോലെ ഈ സത്യസന്ധതയുടെ കാര്യത്തിൽ എന്നെ പരീക്ഷിച്ചതുപോലെ വേറൊരാളെ പരീക്ഷിച്ചത് എനിക്കറിയില്ല. അഥവാ കളവ് പറയേണ്ടി വരുന്ന പല സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ അവിടെ എല്ലാം സത്യസന്ധത മുറുകെ പിടിച്ചു ഇതുവരെ. ഇനി ബാക്കിയുള്ള കാലവും അള്ളാഹു എന്നെ കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു, അവരുടെ കാര്യത്തിലാണ് അള്ളാഹു സൂറത്തു തൗബയിൽ ആയത്തുകൾ അവതരിപ്പിച്ചത്. ലഖദ് താബ അല്ലാഹു അലൻ നബി والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم وعلى الثلاثة الذين خلفوا. سورة توبة 117-118 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ രണ്ട് ആയത്തുകളുടെ തൊട്ട് ശേഷം അള്ളാഹു പറഞ്ഞ ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നിങ്ങൾ വകൂനൂ മഅസ്സാദിഖീൻ, ആരുടെ കൂട്ടത്തിലാവുക? സത്യസന്ധരുടെ കൂട്ടത്തിലാവുക. ഇദ്ദേഹം പറയുകയാണ്, ഞാനെങ്ങാനും വന്ന് കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ സൂറത്തു തൗബയിൽ അള്ളാഹു തൊലിയുരിച്ചു കാട്ടിയ മുനാഫികളുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകുമായിരുന്നു. ആ സത്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് സൂറത്തു തൗബക്ക് മുൻഗാമികൾ പറഞ്ഞ പേരുകളിൽ ഒന്നാണ് അൽ ഫാദിഹ. ഫാദിഹ എന്ന് പറഞ്ഞ തൊലിയുരിച്ചു കാട്ടുന്നത്. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അത്തൗബത്തു ഹിയൽ ഫാദിഹ, സൂറത്തു തൗബ അത് തൊലിയിരിച്ചു കളയുന്ന സൂറത്താണ്. മസാലത് തൻസിലു വമിൻഹും. സൂറത്തു തൗബയിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കാണ് വമിൻഹും മൻ ആഹദുല്ലാഹ്, അള്ളാഹുവിനോട് കരാർ ചെയ്തവരുണ്ട്, അവരിൽ ഇങ്ങനെ പറഞ്ഞവരുണ്ട്, അവരിൽ ഇങ്ങനെ ചെയ്തു. മുനാഫികളുടെ ഓരോരോ വിശേഷണങ്ങൾ, അവരുടെ ഓരോ ദുർഗുണങ്ങൾ അള്ളാഹു ആ സൂറത്തിൽ എടുത്തു പറഞ്ഞു. ഹത്താ ളന്നു അന്നഹാ ലം തുബ്ഖി അഹദൻ മിൻഹും ഇല്ലാ ദുകിറ ഫീഹാ. ഒരു മുനാഫിഖിനെയും അള്ളാഹു വിടുകയില്ല, ഓരോരുത്തരെയും അവന്റെ തൊലിനിറം അള്ളാഹു തുറന്നു കാട്ടും എന്ന ആളുകൾക്ക് തോന്നിപ്പോയ സൂറത്താണത്, സൂറത്തു തൗബ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇവിടെ സഹോദരങ്ങൾ നമുക്കെല്ലാമുള്ള പാഠമാണ്. എപ്പോഴും സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ദീനിന്റെ സ്വഭാവമാണ്. അത് നന്മയിലേക്ക് നയിക്കും, അത് സ്വർഗത്തിലേക്ക് നയിക്കും. കളവ് തിന്മയിലേക്ക് നയിക്കും, അത് നരകത്തിലേക്ക് നയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചപ്പോൾ ആദ്യം ജനങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ്? ഈ മലക്കപ്പുറത്ത് നിന്ന്, ഈ താഴ്വരക്കപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞെന്താണ്? വിശ്വസിക്കും. മാ ജറബ്ന അലൈക ഇല്ലാ സദ്ഖ, സത്യസന്ധതയല്ലാതെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കേട്ടുശീലമില്ല, ഞങ്ങൾക്ക് പരിചയമില്ല. അതുകൊണ്ട് അക്കാര്യം എപ്പോഴും സൂക്ഷിക്കുക. അള്ളാഹു അത് മുഖേന നമ്മെ സൂക്ഷിക്കുന്നതാണ്. കളവ് നിഫാഖിന്റെ അടയാളങ്ങളിലൊന്നാണ്. ഇതാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയസ്പർശിയായ തബൂക്കുമായി ബന്ധപ്പെട്ട കഥ. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹാന്മാരായ സഹാബത്തിന്റെ കൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സാദിഖീങ്ങളായ ആളുകളുടെ അവരെ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, പരലോക നാളിനെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ മാഇദയിൽ അവസാനത്തിൽ പറഞ്ഞത് കാണാം. ഇത് സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന നാളാണ്. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.